ഇംഗ്ലീഷ് യൂണിറ്റ് 2-ലെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബോബ് ഡിലാൻ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കവിതയും വീഡിയോയുടെ അവസാനം കവിതയുടെ അപ്രീസിയേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും എല്ലാ കൂട്ടുകാരും കാണുക. അപ്പോൾ എല്ലാവർക്കും ബ്ലോയിങ് ഇൻ ദ വിൻഡിലേക്ക് സ്വാഗതം. യൂണിറ്റ് 2-ല് നമ്മൾ ഇനി എടുക്കാനുള്ളത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ്. അപ്പോൾ അതില് ആദ്യം നമുക്ക് റൈറ്ററുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എഴുതിയത് ബോബ് ഡിലാൻ. ബോബ് ഡിലാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. ബോബ് ഡിലാൻ, born May 24, 1941, is an American singer, songwriter, artist and writer. His early songs such as Blowing in the Wind and The Times They Are A-Changin' became anthems for the American civil rights and anti-war movements. His mid-1940s recordings, backed by rock musicians, climbed the heights of the United States music charts. He won the Nobel Prize in Literature for his contributions to music 2016. ഇപ്പോൾ ബോബ് ഡിലാൻ ജനിച്ചത് 1941 മെയ് 24 അദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു പാട്ടുകാരനും പാട്ടെഴുത്തുകാരനും അല്ലെങ്കിൽ കവിയും കലാകാരനും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. ഇതെല്ലാം അമേരിക്കൻ സിവിൽ റൈറ്റ്സിനെയൊക്കെ വളരെയധികം സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു ബോബ് ഡിലാനും അദ്ദേഹത്തിന്റെ കൃതികളും. അപ്പോൾ നമുക്ക് ഇനി ബ്ലോയിങ് ഇൻ ദ വിൻഡിലേക്ക് പ്രവേശിക്കാം. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? How many roads must a man walk down before you call him a man? How many roads? ഇവിടെ റോഡ് എന്നത് ഒരു സിമ്പലാണ്. എക്സ്പീരിയൻസ്, അതായത് സഫറിങ്സ് എന്നൊക്കെയാണ് അർത്ഥം വരിക. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? ഒരു മനുഷ്യൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കണം? ബിഫോർ യു കാൾ ഹിം എ മാൻ, നിങ്ങൾ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ഒരാളെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അയാൾ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കണം? ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? ഒരു മനുഷ്യൻ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കണം? ബിഫോർ യു കാൾ ഹിം എ മാൻ, നിങ്ങൾ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ? ഒരു വെള്ളരിപ്രാവ് എത്ര കടലുകൾ താണ്ടണം? ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്, അവൾ മണ്ണിലൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കരയിൽ ഉറങ്ങുന്നതിന് മുമ്പ് എത്ര കടലുകൾ ഒരു വെള്ളരിപ്രാവ് താണ്ടണം? അതായത് ഇതിലിപ്പോ ആദ്യത്തെ ആ വരിയിൽ പറയുന്നത് ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളോട് ഉത്തരം ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങളാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡിലൂടെ ബോബ് ഡിലാൻ നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് പറയുന്നത് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ്. എല്ലാവർക്കും അതിന്റെയൊക്കെ ഉത്തരം അറിയാം, പക്ഷെ ഉത്തരം ആരുടെ നിന്നും ആവശ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോ ഒരാളെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അയാൾ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കണം? രണ്ടാമത്തെ വരിയില് സമാധാനത്തിന്റെ പ്രതീകമാണ് വെള്ളരിപ്രാവുകൾ. പക്ഷേ ആ പ്രാവിന് സമാധാനമായൊന്ന് അന്ത്യവിശ്രമം കൊള്ളുവാൻ ഏത് രാജ്യത്താണ് ഇന്ന് സാധിക്കുക? ഏതു രാജ്യത്താണിന്ന് സമാധാനമുള്ളത്? അതാണ് ആ പ്രാവിന് സമാധാനമായി അന്ത്യവിശ്രമം കൊള്ളുവാൻ ഇനി എത്ര കടലുകൾ താണ്ടണം എന്ന് ചോദിക്കുന്നത്. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ before she sleeps in the sand? Yes,
ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൺ ബാൾസ് ഫ്ലൈ? എത്ര പ്രാവശ്യം പീരങ്കിയുണ്ടകൾ പറക്കണം? ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്. അവ എന്നേക്കുമായി നിരോധിക്കുന്നതിനു മുൻപായി ഈ വെടിയുണ്ടകൾ എത്ര തവണ, ഈ പീരങ്കിയുണ്ടകൾ എന്നേക്കുമായി നിരോധിക്കും മുമ്പ് അവ എത്ര തവണ പറന്നിരിക്കണം? അതിന്റെ അർത്ഥം എല്ലാവരും ആയുധങ്ങൾ നിരോധിച്ച് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ഈ ആയുധങ്ങൾ നിരോധിക്കപ്പെടാൻ പോകുന്നത്? ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? അവിടെ എം ഒക്കെ അണ്ടർലൈൻ ചെയ്തത് ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താണ്? ഒരു കവിതയുടെ വരിയുടെ വാക്കുകളെ തുടക്കത്തിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന കൺസോണൽ ലെറ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ പ്രയോഗത്തിന് പറയുന്ന പേരാണ് അലിറ്ററേഷൻ. അതുപോലെ നോക്കൂ, ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. ഇവിടെ യെസ് യെസ് എന്ന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയും ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസ് എന്താണെന്ന് പറയാം? അലിറ്ററേഷൻ. അതുപോലെ ഇവിടെ റോഡ് എന്നുള്ളത് ഒരു സിമ്പലാണ്. ഈ കവിതയിൽ കവി കുറെ സിമ്പൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കഷ്ടപ്പാടുകളാണ്. സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളെ ഒരു മനുഷ്യർ എന്നുള്ള പരിഗണന പോലും കൊടുക്കുന്നില്ല. കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വർണ്ണ വിവേചനം അതുകൂടിയാണിത്. അപ്പോ ഹൗ മെനി റോഡ്സ്, എത്ര കഷ്ടപ്പാടുകളാണ് ഒരു മനുഷ്യൻ സഹിക്കേണ്ടത്? ബിഫോർ യു കാൾ ഹിം എ മാൻ, നിങ്ങൾ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ. അപ്പൊ ഇവിടെ റോഡ്സ് എന്നുള്ളതൊരു സിമ്പലാണ്, മനുഷ്യർ കഷ്ടപ്പാടിന്റെ ഒരു സിമ്പൽ. അതുപോലെ ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡവ് സെയിൽ? ഇവിടെ വൈറ്റ് ഡവ് എന്നുള്ളത് സമാധാനത്തിന്റെ പ്രതീകമാണ്. വൈറ്റ് ഡവ്, വെള്ളരിപ്രാവ് എന്നുള്ളത് അതൊരു സിമ്പലാണ്. ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്, അപ്പോ സമാധാനം ഒരു വെള്ളരിപ്രാവിന്റെ രൂപത്തിൽ പറന്നു നടക്കുകയാണ്. ഏതെങ്കിലും രാജ്യത്ത് സമാധാനം ഉണ്ടാവുമോ എന്നറിയാം. അപ്പൊ എവിടെയും സമാധാനമല്ല, എല്ലായിടത്തും അശാന്തിയും അസമാധാനവുമാണ്. അതേപോലെ ഇവിടെ കാനൺ ബാൾസ് എന്നുള്ളത് ഒരു സിമ്പലാണ്. വയലൻസ്, വാർ, അതിന്റെയൊക്കെ യുദ്ധത്തിന്റെയും അക്രമങ്ങളുടെയും ഒക്കെ ഒരു പ്രതീകമാണ് കാനൺ ബാൾസ്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കാൾ ഹിം എ മാൻ? എത്രത്തോളം ഒരു മനുഷ്യൻ കഷ്ടപ്പാടുകൾ സഹിക്കണം അയാളെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ? ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡവ് സെയിൽ? ഒരു വെള്ളരിപ്രാവ് എത്ര കടലുകൾ താണ്ടിയിരിക്കണം? ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്, അവൾ ആ കരയിൽ ഉറങ്ങുന്നതിനു മുമ്പ് എത്ര കടലുകൾ താണ്ടിയിരിക്കണം? അല്ലെങ്കിൽ സമാധാനത്തിന്റെ പ്രതീകമാണ് വെള്ളരിപ്രാവ്. ആ പ്രാവിന് സമാധാനമായി അന്ത്യവിശ്രമം കൊള്ളുവാൻ ഇനി എത്ര കടലുകൾ താണ്ടണം? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൺ ബാൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്? അതെ, പീരങ്കിയുണ്ടകൾ എന്നേക്കുമായി നിരോധിക്കും മുമ്പ് അവ എത്ര തവണ പറന്നിരിക്കണം? എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ഈ ആയുധങ്ങളെല്ലാം നിരോധിക്കപ്പെടാൻ പോകുന്നത്? ദ ആൻസർ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു അല്ലെ? എന്നിട്ട് പറയാണ് ദ ആൻസർ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്തെ, ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ പറക്കുക, കാറ്റിലൂടെ അലയടിച്ച് നടക്കുന്നുണ്ട്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉത്തരം. ഒരാളെ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ അയാൾ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കണം. അതുപോലെ ഒരു സമാധാനത്തിന്റെ പ്രതീകമാണ് വെള്ളരിപ്രാവ്. ആ പ്രാവിന് സമാധാനമായി അന്ത്യവിശ്രമം കൊള്ളുവാൻ ഇനി എത്ര കടലുകൾ താണ്ടണം? എല്ലാവരും ആയുധങ്ങൾ നിരോധിച്ച് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞാലാണ് ഈ ആയുധങ്ങൾ നിരോധിക്കപ്പെടാൻ പോകുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരങ്ങള് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, കാറ്റിൽ അലയടിക്കുന്നുണ്ട്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇനി അടുത്ത വരി നോക്കാം. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? ഇവിടെ
മൗണ്ടൻ എന്ന് പറയുന്നത് ഭരണാധികാരികളാണ്. അതായത് അധികാരി വർഗത്തിൽ ഒരു പർവ്വത സമാനമാണ്. പക്ഷേ ആ പർവ്വതത്തിന് ഈ ജനങ്ങളുടെ പ്രതിഷേധ കടലിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? കടലിലേക്ക് ഒഴുക്കപ്പെടുന്നതിന് മുമ്പ് അതെ എത്ര വർഷങ്ങൾ ഒരു പർവ്വതത്തിന് നിലനിൽക്കാൻ കഴിയും? ജനങ്ങളുടെ പ്രതിഷേധമായ സമുദ്രത്തിനു മുമ്പിൽ ഈ അടിച്ചമർത്തുന്ന ഭരണാധികാരികളാകുന്ന പർവ്വതത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഈ പർവ്വതങ്ങളെ പോലും കടൽ ഒഴുക്കിക്കൊണ്ടുപോകും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? എത്ര കാലം മനുഷ്യർക്ക്, എത്ര കാലം ചില മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയും? ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ, അവർ സ്വതന്ത്രരാക്കപ്പെടുന്നതിന് മുമ്പ് അടിമകളെപ്പോലെ എത്ര കാലം ചില മനുഷ്യർക്ക് ജീവിക്കുവാൻ കഴിയും? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? അതെ, താനൊന്നും കാണുന്നില്ല എന്ന് ഭാവിച്ച് എത്ര തവണ ഒരാൾക്ക് തന്റെ തല തിരിക്കാം? അതായത് അധികാരി വർഗത്തിനും അവരുടെ കൊള്ളരുതായ്മകളാൽ കഷ്ടപ്പെടുന്ന ജനത്തിനും തങ്ങളൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല എന്ന് അഭിനയിച്ച് നടക്കുവാൻ എത്ര കാലം കഴിയും? ഇതൊക്കെ എന്താണ്? റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. The answer, my friend, is blowing in the wind. ഇതിന്റെ എല്ലാ ഉത്തരങ്ങൾ പ്രിയ സുഹൃത്തെ കാറ്റിൽ അലയടിക്കുന്നുണ്ട്. ഉത്തരം കാറ്റിൽ അലയടിക്കുന്നുണ്ട്. ഒന്നും കൂടി നോക്കാം. ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ്? ഇവിടെ മൗണ്ടൻ ഒരു സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ്? സ്വേച്ഛാധിപതികളുടെ സിമ്പലാണ്. എത്ര കാലം സ്വേച്ഛാധിപതികൾക്ക് നിലനിൽക്കാൻ കഴിയും? ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ. സീ ജനങ്ങളുടെ പ്രതിഷേധമാണ്. ജനങ്ങളുടെ പ്രതിഷേധമായ കടലിൽ ഒഴുകിപ്പോകുന്നതിനു മുമ്പ് ഈ സ്വേച്ഛാധിപതികൾക്ക് എത്ര കാലം ആ കടലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? തങ്ങൾ സ്വതന്ത്രരാക്കുന്നതിന് മുമ്പ് അസ്വതന്ത്രരായി, അടിമകളായി എത്ര കാലം ചില ആളുകൾക്ക് ജീവിക്കുവാൻ കഴിയും? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ്? എത്ര തവണ ഒരു മനുഷ്യന് തന്റെ തല തിരിക്കുവാൻ കഴിയും? ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ, അവനൊന്നും കാണുന്നില്ല എന്ന് അഭിനയിക്കുവാൻ കഴിയും? അതിന്റെ എല്ലാം ഉത്തരങ്ങൾ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ കാറ്റിൽ അലയടിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തെ, ഇതിന്റെ എല്ലാം ഉത്തരം കാറ്റിൽ അലയടിക്കുന്നുണ്ട്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? ആകാശം കാണുവാൻ കഴിയും മുമ്പ് ഒരാൾക്ക് എത്ര തവണ മുകളിലേക്ക് നോക്കണം? അതിന്റെ അർത്ഥം ആകാശമൊന്ന് കാണാൻ മനുഷ്യർ എത്ര പ്രാവശ്യം മുകളിലോട്ട് നോക്കണം? അതായത് എപ്പോഴാണ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാകുന്നത്? ഇവിടെ സ്കൈ എന്നുള്ളത് ഒരു സിമ്പലാണ്. എന്തിന്റെ സിമ്പലാണ്? സിമ്പൽ ഓഫ് അൺലിമിറ്റഡ് ഫ്രീഡം. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ആകാശം. അങ്ങനെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം കാണുവാൻ ഒരു മനുഷ്യൻ എത്ര തവണ മുകളിലേക്ക് നോക്കണം? യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? ഒരു മനുഷ്യന് എത്ര ചെവികൾ വേണം അവന് ഈ ജനങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ? ഒരു മനുഷ്യന് എത്ര കാതുകൾ വേണം? ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന തന്റെ സഹജീവികളുടെ ദീനരോദനം കേൾക്കാൻ ഒരാൾക്ക് എത്ര കാതുകൾ വേണം? യെസ്,
and how many deaths will it take till he knows that too many people have died? കുറേ ആളുകൾ മരിച്ചു എന്ന് ഭരണാധികാരികൾക്ക് ബോധ്യപ്പെടാൻ എത്ര ആളുകൾ മരിക്കണം? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഒന്നുകൂടി പറയാണ്. Yes, and how many times must a man look up before he can see the sky? ഒരു മനുഷ്യൻ ആകാശം കാണുവാൻ എത്ര തവണ മുകളിലേക്ക് നോക്കണം? അതായത് എപ്പോഴാണ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാവുക? And how many ears must one man have? ഒരു മനുഷ്യന് എത്ര കാതുകൾ വേണം? Before he can hear people cry. ആളുകളുടെ കരച്ചിൽ കേൾക്കുവാൻ ഒരാൾക്ക് എത്ര കാതുകൾ വേണം? അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ ഒരാൾക്ക് എത്ര കാതുകൾ വേണം? And how many deaths will it take till he knows that too many people have died? ഭരണാധികാരികൾക്കും ഭരണീയർക്കും എപ്പോഴാണ് ബോധ്യപ്പെടുക ഒരുപാട് ആളുകൾ മരിച്ചു എന്ന്? അല്ലെങ്കിൽ എത്ര പേർ മരിച്ചാലാണ് ധാരാളം പേർ മരണപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമാവുക? രക്തച്ചൊരിച്ചിലും കൊല്ലും കൊലയും അവസാനിപ്പിക്കാനുള്ള നടപടികൾ എപ്പോഴാണ്? എത്ര പേർ മരിച്ചതിനു ശേഷമാണ് അത്തരമൊരു നടപടിയിലേക്ക് അധികാരിവർഗം പോകാൻ പോകുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ഇവിടെ The answer, my friend, is blowing in the wind. The answer, my friend, the answer is blowing in the wind. ഇവിടെ 9 റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കവി ചോദിച്ചിട്ടുള്ളത്. അതുപോലെ the answer, my friend, is blowing in the wind എന്നുള്ളത് 3 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഈ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ പേരാണ് റിഫ്രെയിൻ. അതുപോലെ ഒരുപാട് സിമ്പിൾസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റോഡ്സ്, വൈറ്റ് ക്ലൗഡ്സ്, കാനൻ ബാൾസ്, മൗണ്ടൻ, സീസ്, പിന്നെ അലിറ്ററേഷൻ ഉണ്ട്, അതേപോലെ മെറ്റഫർ ഉണ്ട്. അപ്പൊ ഇതിന്റെ വിശദവിവരങ്ങൾ നമുക്ക് ഈ പോയത്തിന്റെ അപ്രീസിയേഷനിലൂടെ കേൾക്കാം. അപ്പോൾ പോയം അപ്രീസിയേഷൻ കൂടി ഒന്ന് നോക്കാം. ദ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് അപ്രീസിയേഷൻ. അപ്പൊ നമ്മളൊരു പോയം അപ്രീസിയേഷൻ തുടങ്ങുമ്പോൾ കവിതയുടെ പേര് വേണം, കവിയുടെ പേര് വേണം. Blowing in the Wind is a song by the American singer and songwriter Bob Dylan. അടുത്തത് ഈ കവിതയുടെ ആശയം, എന്തിനെക്കുറിച്ചാണ് ഈ കവിത എന്നൊന്ന് പറയണം. It is considered to be a protest song against human rights violations. അപ്പോൾ ഈ കവിത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ ഗീതമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. The song was an anthem of the American civil rights movement of 1960s. നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചില്ലേ അമേരിക്കൻ റവല്യൂഷനൊക്കെ. അപ്പോൾ അതില് അലയടിച്ചിരുന്ന ഒരു ഗാനമായിരുന്നു 1960കളിൽ. വാർ ആൻഡ് വയലൻസ് ഡിസ്ട്രോയ് പീസ്ഫുൾ ലൈഫ്. ആക്രമണങ്ങളും യുദ്ധങ്ങളും സമാധാനപരമായ ജീവിതത്തെ നശിപ്പിക്കും. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആൻഡ് ഇൻജസ്റ്റിസ് പ്രിവെയിൽ എവരിവെയർ. അങ്ങനെ യുദ്ധവും ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങളും അനീതിയും എല്ലായിടത്തും പരക്കും. പ്രിവെയിൽ. പീപ്പിൾ ഷുഡ് യുണൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസസ്. അപ്പോൾ ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ ആളുകൾ ഒന്നിക്കണം. ഓപ്പൺ their eyes and ears to hear and see the sufferings of their fellow beings. തങ്ങളുടെ അതേപോലെയുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കാണാനും കേൾക്കുവാനും അവർ കണ്ണുകളും കാതുകളും തുറന്നു വെക്കണം. ആൻഡ് ഫൈറ്റ് ഫോർ their rights. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. These are the messages and theme of the song. ഇതെല്ലാമാണ് ഈ കവിതയുടെ മെസ്സേജും ഉള്ളടക്കവും. ഇത്രയും എഴുതിയതിനു ശേഷം എന്തൊക്കെയാ ചെയ്തത്? കവിതയുടെ പേര്, കവിയുടെ പേര്, പിന്നെ എന്തിനെ കുറിച്ചാണ് കവിത, ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? we have to write the summary of the lines. ആ ലൈനിന്റെ ഒരു ചുരുക്കം നമ്മൾ എഴുതണം. The poet asked,
How many roads must a man walk down before you call him a man? ഒരു മനുഷ്യനെ മനുഷ്യൻ എന്ന് നിങ്ങൾ വിളിക്കണമെങ്കിൽ അയാൾ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കണം. ദാറ്റ് മീൻസ് അത് അർത്ഥമാക്കുന്നത് ഹൗ മച്ച് ട്രബിൾ എ മാൻ ഷുഡ് സഫർ ഇൻ ഹിസ് ലൈഫ് ബിഫോർ ഹി റെക്കഗ്നൈസ്ഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനെ ഒരു മനുഷ്യനായി തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോകണം. ഹി ആസ്ക് അഗെയിൻ, അദ്ദേഹം ബോബ് ഡിലാൻ വീണ്ടും ചോദിക്കുകയാണ്, ഹൗ മെനി സീസ് എ വൈറ്റ് ഡൗ മസ്റ്റ് സെയിൽ? ഒരു വെള്ളരിപ്രാവ് എത്ര കടലുകൾ താണ്ടണം ബിഫോർ ഇറ്റ് ഫൈൻഡ്സ് എ പീസ്ഫുൾ പ്ലേസ് ടു സ്ലീപ്? അത് ഉറങ്ങുവാനായി ഒരു സമാധാനമുള്ള സ്ഥലം കണ്ടെത്തുവാൻ ഒരു വെള്ളരിപ്രാവിന് എത്ര കടലുകൾ താണ്ടേണ്ടതുണ്ട്? ഹൗ മെനി ടൈംസ് ദ ക്യാനൻ ബാൾസ് മസ്റ്റ് ഫ്ലൈ ബിഫോർ ദേ ആർ ബാൻഡ് ഫോർ എവർ? ഈ കാനൻ ബാൾസ് എത്ര തവണ പറന്നാലാണ് അവയെ എന്നേക്കുമായി നിരോധിക്കുന്നത്? വൈറ്റ് ഡോസ് ആർ സിംബൽ ഓഫ് പീസ് ആൻഡ് വെള്ളരിപ്രാവുകൾ എന്താണ്? സമാധാനത്തിന്റെ പ്രതീകങ്ങളാണ്. ആൻഡ് ബാനിങ് കാനൻ ബാൾസ്, കാനൻ ബാൾസ് പീരങ്കി യുണ്ടകളെ നിരോധിക്കുന്നതിലൂടെ, അങ്ങനെ അതിലൂടെ കവി അർത്ഥമാക്കുന്നത് എൻഡിങ് വാർസ്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, എൻഡിങ് വാർസ് ആൻഡ് വയലൻസ്. ബട്ട് എന്നാൽ നോ പീസ്ഫുൾ പ്ലേസ് വിത്തൌട്ട് വാർ ആൻഡ് വയലൻസ് ഈസ് ഫൗണ്ട്. പക്ഷേ യുദ്ധവും ആക്രമണങ്ങളും ഇല്ലാത്ത സമാധാനമുള്ള ഒരു സ്ഥലം എവിടെയും കാണാനില്ല. Not found anywhere in this world. The oppressive rulers, അടിച്ചമർത്തുന്ന ഭരണാധികാരികൾ are as a huge and powerful as mountains. അവർക്ക് എന്താണ്? വലിയ ഭീമാകാരമായ പർവ്വതങ്ങൾ പോലെയാണ്. But they cannot exist. അവയ്ക്കും നിലനിൽക്കുവാൻ കഴിയില്ല. For long, കുറേ കാലം. Before the more powerful seas of people's protest. ജനങ്ങളുടെ പ്രതിഷേധ കടലിന് മുമ്പിൽ അവർക്ക് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ വളരെ ശക്തരായിരുന്നു. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പിൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ നോ റൂളർ ക്യാൻ കീപ് ദ പീപ്പിൾ ഓഫ് എ നാഷൻ അണ്ടർ സ്ലേവറി ഫോർ എവർ. ഒരു ഭരണാധികാരിക്കും ആ നാട്ടിലുള്ള ജനങ്ങളെ അടിമകളാക്കി എന്നെന്നും നിലനിർത്താൻ കഴിയില്ല. നോ വൺ ക്യാൻ പ്രിറ്റൻഡ് ഫോർ എ ലോങ് ടൈം ദാറ്റ്. ഒരാൾക്കും തന്നെ കുറെ കാലം അഭിനയിക്കാൻ കഴിയില്ല എന്ത്? ഹി ഡസ് നോട്ട് സീ ഓർ ഹിയർ ദ സഫറിങ്സ് ആൻഡ് ക്രൈസ് ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ കരച്ചിലൊന്നും താൻ കേൾക്കുന്നില്ല എന്ന് അഭിനയിച്ച് നടക്കുവാൻ കുറെ കാലം ആർക്കും കഴിയില്ല. എവരി വൺ ഷുഡ് ഹാവ് ദ ഐസ് ടു സീ ദ സ്കൈ. എല്ലാവർക്കും ആകാശം കാണുവാനുള്ള കണ്ണുകൾ വേണം. ദ സിംബൽ ഓഫ് ഫ്രീഡം. അതായത് ആകാശം എന്താണ്? അതിരറ്റ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള കണ്ണ് എല്ലാവർക്കും വേണം. ആൻഡ് ഇയേഴ്സ് ടു ഹിയർ പീപ്പിൾ ക്രൈ ഇൻ പെയിൻ. വേദനയാൽ കരയുന്ന ആളുകളുടെ കരച്ചിൽ കേൾക്കുവാനുള്ള കാതുകളും എല്ലാവർക്കും വേണം. ദ പോയറ്റ് ഫൈനലി ആസ്ക്. പോയറ്റ് ഒടുവിൽ ചോദിക്കുന്നത് ഹൗ മെനി പീപ്പിൾ ഷുഡ് ഡൈ ബിഫോർ വി റിയലൈസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്. കുറെ ആളുകൾ മരണപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇനിയും എത്ര ആളുകൾ മരിക്കേണ്ടതുണ്ട്? ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങളെല്ലാം റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിനുള്ള ഉദാഹരണങ്ങളാണ്. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്താണ്? ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ദ പോയറ്റ് സീസ് ദാറ്റ്. കവി ചോദിക്കുന്നത് ദ ആൻസേഴ്സ് ടു ദം ആർ നോൺ ടു ആൾ. ഇതിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം. ആൻഡ് ആർ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അത് കാറ്റിൽ അലയടിക്കുന്നുമുണ്ട്. റിപ്പീറ്റിംഗ് ദ ലൈൻസ് ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഉത്തരം കാറ്റിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ള ഈ ആവർത്തിച്ചുള്ള ഈ വരി ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇതെന്താണ്?
This kind of repetition of the line is best example of the poetic device refrain. റിഫ്രെയിൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസിന് ഉദാഹരണമാണ് ഈ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾ 9ാം ക്ലാസ്സിലെ ബാങ്ക് ദ ഡ്രം എന്നുള്ള പോയം പഠിച്ചപ്പോൾ ആ ബാങ്ക് ദ ഡ്രം ആവർത്തിച്ചു വന്നത് റിഫ്രെയിൻ ഉദാഹരണമാണ് എന്ന് പഠിച്ചിരുന്നു. ഇനി ദ ഒപ്രസീവ് റൂളേഴ്സ് ആർ കമ്പയർഡ് ടു മൗണ്ടൻസ്. ഈ അടിച്ചമർത്തപ്പെടുന്ന ഭരണാധികാരികളെ താരതമ്യം ചെയ്തിരിക്കുന്നത് പർവ്വതങ്ങളോടാണ്. ആൻഡ് ദ പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്, ജനങ്ങളുടെ പ്രതിഷേധത്തെ, ടു സീസ്, കടലിനോടും. ദ കമ്പാരിസൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഇങ്ങനെയുള്ള ഈ താരതമ്യം മെറ്റഫറിന് ഉദാഹരണമാണ്. അതായത് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുക, അതാണ് മെറ്റഫർ. അത് ലൈക്ക്, ആസ് തുടങ്ങിയ വെച്ചിട്ടാണെങ്കിൽ അത് സിമിലിയായി, അതില്ലാതെ താരതമ്യം ചെയ്യുമ്പോൾ അതാണ് മെറ്റഫർ. അപ്പോൾ പർവ്വതം എന്താണ്? അടിച്ചമർത്തപ്പെടുന്ന ഭരണാധികാരികൾ. കടല് ജനങ്ങളുടെ പ്രതിഷേധം. അപ്പൊ കടലിനെയും പർവ്വതത്തെയും ഒക്കെ എന്താണ്? അടിച്ചമർത്തപ്പെടുന്ന ഭരണാധികാരികളോടും ജനങ്ങളുടെ പ്രതിഷേധത്തോടുമൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അലങ്കാരിക പ്രയോഗം മെറ്റഫർ. ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദ സോങ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കവിയുടെ പേര്, കവിതയുടെ പേര്, കവിതയുടെ ആകെ സെൻട്രൽ തീം പറഞ്ഞു, പിന്നെ സമ്മറി ഓഫ് ദ ലൈൻസ് പറഞ്ഞു, പിന്നെ ആ പോയത്തിൽ ഉപയോഗിച്ച ഫിഗർ ഓഫ് സ്പീച്ചുകളാണ് പറയുന്നത്. അപ്പോൾ ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ. അപ്പൊ എന്തൊക്കെയുണ്ട്? അവന് റിഫ്രെയിൻ ഉണ്ട്, റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിഫ്രെയിൻ ഉണ്ട്, മെറ്റാഫർ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്. അലിറ്ററേഷൻസ് ഇൻ ദ സോങ്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക്. അവിടെ എം എന്നുള്ളത് ആവർത്തിച്ചു വന്നത് അലിറ്ററേഷൻ ഉദാഹരണമാണ്. പിന്നെ അതുപോലെ ദർ ഈസ് അനോഡിറ്ററി ഇമേജ് ഇൻ ദ എക്സ്പ്രഷൻ പീപ്പിൾസ് ക്രൈ. ജനങ്ങൾ കരയുക, കരയുന്നു. വൈറ്റ് ദോ, കാനൺ ബോൾസ്, മൗണ്ടൻ, സീ എക്സെട്ര ക്യാൻ ബി സീൻ ആസ് വിഷ്വൽ ഇമേജസ്. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എഴുതാം. ഐ ലൈക്ക് ദിസ് പോയം, ഇറ്റ്സ് തീം ഈസ് വെരി അട്രാക്റ്റീവ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ പോയം അപ്രീസിയേഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്.